MSF നേതാവ് PK നവാസിനെതിരെയുള്ള സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതി ഒത്തുതീർപ്പാക്കിയെന്ന ഹരിത നേതാവ് നജ്മ തബ്ഷീറ ഹൈക്കോടതിയിൽ. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PK നവാസ് നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം. നജ്മ തബ്ഷീറയുടെ സത്യവാങ്മൂലത്തെ തുടർന്ന് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ നടപടികൾ ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസും വനിതാ വിഭാഗമായ ഹരിതയുടെ നേതാക്കളും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി. ഈ സാഹചര്യത്തിൽ കേസിൽ തുടർ നടപടികൾ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതിയിൽ നജ്മ തബ്ഷീറയുടെ സത്യവാങ്മൂലം. ലീഗിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രശ്നപരിഹാര ചർച്ച. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പാർട്ടിയുടെ ഉന്നതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും നജ്മ തബ്ഷീറയുടെ സത്യവാങ്മൂലം. നജ്മയുടെ സത്യവാങ്മൂലം പരിഗണിച്ച PK നവാസിനെതിരായ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സംസ്ഥാന പോലീസിന്റെ നിലപാട് തേടി. 2 ആഴ്ചയ്ക്കകം പോലീസ് നിലപാട് അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. 2021 ജൂൺ 22-നായിരുന്നു MSF നേതൃയോഗത്തിൽ PK നവാസ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതി ഹരിത നേതാക്കൾ ഉയർത്തിയത്. നജ്മ തബ്ഷീറയുടെ പരാതിയിൽ കോഴിക്കോട് വെള്ളയിൽ പോലീസ് PK നവാസിനെതിരെ കേസെടുത്തു. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് PK നവാസിനെതിരെ കുറ്റപത്രവും നൽകി. കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട PK നവാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹരിത വിഭാഗവുമായുള്ള സമവായ ചർച്ചയ്ക്ക് പിന്നാലെ നജ്മ തബ്ഷീറയെ യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയാക്കി. നജ്മയ്ക്കൊപ്പം പുറത്താക്കപ്പെട്ട ഫാത്തിമ തഹ്ലിയ, മുഫീദ തസ്നി എന്നിവരെ MSF അഖിലേന്ത്യാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് നജ്മ തബ്ഷീറ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. റിപ്പോർട്ടർ, കൊച്ചി.